തൈപ്പൂയ പൗർണമി സിദ്ധാന്തം പരിശീലിക്കുന്നവരുടെ ജീവിതത്തിൽ അവർ കാത്തിരിക്കുന്ന ദിവസമാണ്. നോക്കൂ, ഭക്തിയിൽ പോകുന്നവർ ഇത് കേൾക്കണ്ട, നിങ്ങൾ വിട്ടുകളയുക. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണണ്ട, സ്കിപ്പ് ചെയ്തോളൂ. പക്ഷേ സിദ്ധപരമ്പരയെ മനസ്സിലാക്കാനും സിദ്ധമാർഗം തുടരുന്നവർക്ക് ഇത് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, സിദ്ധാന്തം പ്രാണനും മഹാപ്രാണനും മാത്രമേ ഉള്ളൂ. അവിടെ മനുഷ്യൻ്റെ വികാരങ്ങളിൽ സൃഷ്ടിച്ച ദൈവത്തിനൊരു പ്രാധാന്യവും നൽകുന്നില്ല. ദൈവം രക്ഷകനായിട്ടും നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കുന്ന ഒരാളായിട്ടും ഒന്നും കാണുന്നില്ല. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ആധ്യാത്മിക സംസ്കാരം തമിഴ് ശൈവസത്തിൻ്റെ ഒരടിസ്ഥാനമുണ്ട്. തമിഴ് ശൈവസത്തിൻ്റെ കാരണമായിരിക്കുന്നത് എപ്പോഴും വീരശൈവിസമാണ്. വീരശൈവിസം സിദ്ധാന്തത്തിൻ്റെ കുറച്ച് താഴെത്തട്ടി നിൽക്കുന്നതാണ്. എന്നാൽ അതിനെക്കാട്ടിൽ മുകളിലാണ് സിദ്ധാന്തം. വീരശൈവസത്തിലും കുറച്ചുകൂടും അവർ താന്ത്രികത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. എന്നാൽ 63 നയനാർമാരും ചേർന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഭക്തിയുടെ രീതി വളരെ വ്യത്യാസമാണ്. ആരാധനയും പൂജയും ഭജനയും ഉൾപ്പെടുന്ന ഒരു ഭക്തിയുടെ കാഴ്ചപ്പാട് ഇവിടെ നൽകി. നോക്കൂ, സംസ്കാരം നമുക്ക് പകർന്നു കിട്ടുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആ സംസ്കാരത്തിൽ നിന്ന് ആധ്യാത്മികതയുടെ വേറെ ചില വശങ്ങളെ നമ്മൾ അന്വേഷിക്കുമ്പം നമുക്ക് അതിനനുസരിച്ച് പറ്റിയൊരു ബുദ്ധിയുടെ വികാസനം ഉണ്ടാവണം. നമ്മുടെ മൂല്യം വർദ്ധിക്കണം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് മോട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരൻ എപ്പോഴും രക്ഷിക്കുന്ന ഒരാളായിരിക്കണം. ഒത്തിരി ഭക്ഷണം കഴിച്ചിട്ട് അസുഖം വരില്ലെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരാളാകുമ്പോഴും ഈശ്വരൻ ആവശ്യം വരും. കുടുംബത്തിൽ കള്ളത്തരം കാണിച്ച് ജീവിക്കുമ്പോഴും പിടിക്കാതിരിക്കാൻ വേണ്ടി ഈശ്വരൻ ആവശ്യം വരും. അവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. സൃഷ്ടിയെയും പ്രകൃതിയെയും തുറന്നൊരു മനസ്സോടെ ശ്രദ്ധിക്കുമ്പോൾ കാഴ്ചപ്പാടിൻ്റെ വലിയൊരു രീതികളെ മനസ്സിലാക്കുമ്പം അവരുള്ളിലേക്ക് തുറന്ന് കിട്ടേണ്ട തുറന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് ശക്തിയുടെ സ്പന്ദനത്തിനെ കുറിച്ച്. അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിരിക്കുന്നൊരു മാർഗമാണ് സിദ്ധാന്തം പോലുള്ളത്. ഇവിടെ ഉള്ളത് തമിഴ് ശൈവിസത്തിൻ്റെ ഒരു ഭാഗത്തായതുകൊണ്ടും നമുക്ക് കൂടുതലും പൗർണമിയുടെയും അമാവാസിയുടെയും ബ്രഹ്മമുഹൂർത്ത സമയത്തിൻ്റെ ഒന്നും പ്രാധാന്യത്തിനെ കുറിച്ചുള്ളൊരു ബോധമില്ലാതെയായിപ്പോയി. ഞാൻ ഭക്തിയുടെ നിർത്തുകയാണ്, അധികം പറയുന്നില്ല. നോക്കൂ, ഒരു ജീവന് ബോധം എന്ന് പറയുന്നതാണ് ശൈവ സിദ്ധാന്തത്തിൽ കാണുന്നൊരു കാര്യം. ഈശ്വരൻ ബോധമാണ്. ഒരു പ്രാണനും മഹാപ്രാണനും ഒരു ചെറിയൊരു പൊട്ട് പോലിരിക്കുന്ന പ്രകാശം ഒരു വലിയ പ്രകാശത്തിലേക്ക്, ഒരു കടലിലേക്ക് ഒരു തുള്ളി വെള്ളം വീഴുന്നത് പോലെ ആ പ്രകാശം വലിയൊരു പ്രകാശത്തിലേക്ക് ലയിക്കുന്നു. എന്നാൽ എല്ലാവരും ശിവനാണ്. ശിവനെന്ന് വെച്ചാൽ എല്ലാമുണ്ട്. ശിവൻ എല്ലായിടത്തുമുണ്ട്, നിങ്ങളിലുമുണ്ട്. പക്ഷേ ശിവൻ ബോധമായിട്ടല്ല. ബോധം ഒരു തരത്തിലെ ഊർജത്തിൻ്റെ ഒരു പ്രക്രിയയാണ്. നമുക്കൊരു സാധാ മനുഷ്യൻ അയാൾ ശ്വാസം എടുക്കുന്നു, വിടുന്നു, ഇത് മാത്രമാണ്. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ഈ ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുന്നു, അത് മൂലാഗ്നിയിൽ കൊണ്ടുപോകുന്നു, മൂലാഗ്നി ഒന്ന് ശാന്തമാവുന്നു, ഒരു സ്വസ്ഥമാവുന്ന അവസ്ഥയാവുന്നു. ഇത് ശ്വാസഗതിയുടെ എപ്പോഴും സിദ്ധാന്തത്തിൽ തന്നെ പറയുന്ന കാര്യമാണ്. വായു അല്ലെങ്കിൽ കുമ്മള പോലെ വീർത്തുകൊണ്ടിരിക്കുന്ന ഈ ശരീരം നമ്മുടെ ഓരോരുത്തരുടെ അനുഭവവും മൂലാഗ്നി കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു യോഗിയുടെ പ്രാണൻ നമ്മൾ ശ്വാസം എടുക്കുന്നതും വിടുന്നതും അവരിൽ എപ്പോഴും നട്ടെല്ലൂടെ അതിൻ്റെ പ്രതിഭാസം സംഭവിക്കുന്നു. ശ്വാസം എടുക്കുന്നു, അവർ വിടുന്നു. പക്ഷേ സാധാ മനുഷ്യരെ പോലല്ല, അവരുടെ ശ്വാസഗതി നട്ടെല്ലൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ അവരുടെ മൂലാഗ്നി എന്ന് പറയുന്ന അനുഭവസ്ഥിതി ഭാവന അസ്തമിച്ച് കർമ്മമുക്ത സ്ഥിതിയിലേക്ക് പോകുന്നു.
അവിടെ സ്ഥിരബോധം, സെൽഫിനെ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സെൽഫ് ഓൾറെഡി ഇരിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിലെ അഹന്ത പൂർണ്ണമായിട്ട് പോകുമ്പോൾ പൂർണ്ണഭാവം വരും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു അഴുക്ക് വെള്ളം ഫിൽട്ടർ ചെയ്തെടുത്ത് പ്യുവർ വാട്ടർ ആക്കുന്ന പോലെ ഈഗോ ഫുള്ളി അരിച്ചെടുത്ത് നമ്മളൊരു പ്യുവറായി. ആ സെൽഫ് അങ്ങനെയാണ്. നമ്മുടെ ഉള്ളിലെ പോകണം, വികാര വിചാരം അഹന്ത മൊത്തത്തിൽ നമ്മളിൽ പോകണം. അതാണ് ഒരു ക്ലീനിങ് നടക്കുന്നത്. അതെപ്പോഴും ഊർജ്ജ ശരീരത്തിലാണ് നടക്കുന്നത്. ഇതിനാണ് നമ്മുടെ സഞ്ചിതത്തിനെ കത്തിക്കുക എന്ന് പറയുന്നത്. ഇതിൻ്റെ ശക്തി പകരുന്നത് സൂര്യനാണ്. ഇതിനാണ് ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ സാധനയുടെ പ്രാധാന്യം. പിന്നെ നട്ടല്ലൂടെ പൊന്തുന്ന ഊർജത്തിന്, നട്ടല്ലൂടെ പൊന്തുന്ന ഒരു കൊടിമരത്തിൽ കൊടി കയറുന്ന നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. നട്ടല്ലൂടെ ഇതേപോലെ പ്രാണൻ പൊന്തി 6ാം ചക്രത്തിലെത്തണമെങ്കിൽ ധാരാളം പ്രാണശക്തിയുടെ ആവശ്യം വേണം. ഇട, പിങ്കള, സുഷുമ്ന എന്ന് പറയുന്ന നാഡികളിലൂടെ നമ്മുടെ പ്രാണൻ്റെ ശക്തി വർദ്ധിക്കണമെങ്കിൽ 2 ശക്തിവത്തായിട്ടിരിക്കുന്ന സൂര്യനും ചന്ദ്രനും ഇതിൽ സ്പർശിച്ചാൽ മാത്രമാണ് നമുക്ക് പ്രാണനെ മുകളിലേക്ക് ഉയർത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വ്യക്തി കുറഞ്ഞതൊരു 12 വർഷം സാധന ചെയ്ത്, അല്ലെങ്കിൽ മിക്കവാറും സിദ്ധ പരമ്പരയിൽ അവർ ഗുരുവിൻ്റെ കഴിവ് പോലെ ഇരിക്കും. ഒരു ഗുരു ശ്രേഷ്ഠനാണെങ്കിൽ 3 വർഷം 4 വർഷം വേണമെങ്കിൽ 1 മാസം വേണ്ടി വരുള്ളൂ അവർക്ക് പൂർണ്ണത്വം കൈവരിച്ച് നിൽക്കാനായി, പ്രാണൻ ഈ രീതിയിൽ ചലിച്ച് നിർത്താനായിട്ട്. എന്നിട്ട് അവരുടെ ഈ ഭൗതികപരമായിരിക്കുന്ന 5 പഞ്ചേന്ദ്രിയങ്ങളിലും മായയിൽ അകപ്പെട്ടിരിക്കുന്ന ജീവനെ അവർ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് ധ്യാനത്തിലിരുന്നു കൊണ്ട് 1/2 മണിക്കൂറിനുള്ളിൽ ശരീരം ഉപേക്ഷിക്കുന്ന ദിനമാണ് തൈപ്പൂയ പൗർണമി എന്ന് പറയുന്നത്. വേലവിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. ഈ വേലിനെ തന്നെ നട്ടലിൻ്റെ പ്രതീകമായാണ് കാണുന്നത്. നട്ടലിലൂടെ പൊന്തി ആ പരം ജ്യോതിയിലേക്ക് ലയിക്കുന്ന ഒരവസ്ഥ. 5 പഞ്ചേന്ദ്രിയങ്ങളുടെ ബന്ധനത്തിൽ നിന്നും 5 പഞ്ചഭൂതങ്ങളുടെ ബന്ധനത്തിൽ നിന്നും ഈ 5 പഞ്ചഭൂതങ്ങളും ജന്മചക്രത്തിൽ പല ജീവനും പല ശരീരങ്ങളിലും പല മൃഗങ്ങളായും മരമായും മനുഷ്യനായും പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ മായയുടെ ലീലയിൽ നിന്ന് അവൻ ശിവനായി തീരുന്ന പൂർണ്ണ ശിവബോധത്തിലേക്ക് അലിയുന്ന ഒരു ദിനമാണ് ഇത്. ഏത് ശ്രേഷ്ഠനായിട്ടുള്ള മഹായോഗികളും നാളത്തെ ദിവസമാണ് ശരീരം ഉപേക്ഷിക്കുന്നത്. ഒത്തിരിയും ഗുരു പരമ്പരയുടെ കൃപ നിറഞ്ഞിരിക്കുന്നൊരു ദിനമാണ് നാളത്തേത്. ആ ദിനത്തിലാണ് നമ്മളെപ്പോഴും ഗുരു കടാക്ഷത്തിന് വേണ്ടിയിട്ട് നമ്മളെ അർപ്പിച്ചു കൊടുക്കുന്നത്. സിദ്ധാന്തം പറയുന്നതും ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ നമ്മൾ വിട്ടുകൊണ്ട് ഗുരുവിൻ്റെ പാദത്തിൽ നമുക്ക് അർപ്പിക്കാൻ കഴിയുമെങ്കിൽ എല്ലാ ജ്ഞാനവും നമ്മുടെ ഉള്ളിൽ തന്നെ തെളിയും. സിദ്ധന്മാരുടെ രീതിയും ഇങ്ങനെയാണ്. അവരൊരിക്കലും പറഞ്ഞ് ബലിപ്പിക്കാൻ നോക്കില്ല. ഒരു സിദ്ധഗുരു നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ആ സിദ്ധഗുരുവിൻ്റെ അടുത്ത് നിങ്ങൾ ഒരു 2 മാസം സ്പെൻഡ് ചെയ്യുമ്പോഴും ആ ഗുരു ഒന്നും മിണ്ടിയില്ലെങ്കിലും നിങ്ങൾ ആ ഗുരുവിൻ്റെ അരികിൽ നിന്ന് പോകുമ്പോൾ ജ്ഞാനം മൊത്തം തലയിൽ കയറിയിരിക്കും. ഇതിങ്ങനൊരു എനർജി തലത്തിൽ പാസ് ചെയ്യുന്നതാണ് നോളജ്. നിങ്ങൾ കണ്ണടച്ചിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ജ്ഞാനം വരുന്നൊരവസ്ഥ. ഇതാണ് ഒരു ശുദ്ധ ഗുരുവിൻ്റെ പ്രാധാന്യം. നിങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞാൽ എവിടെ ഇരുന്നും നിങ്ങൾക്ക് നോളജ് കിട്ടും. ഒന്നിനെക്കുറിച്ചും ഒരു സംശയം ഉണ്ടാവില്ല. ഇതാണൊരു ശ്രേഷ്ഠനായ ഗുരുവിൻ്റെ പ്രാധാന്യം. സിദ്ധാന്തത്തിൻ്റെ പഠന രീതിയും ഇങ്ങനെ തന്നെയാണ്. ഇത് അത്രയും വൈരാഗികളുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു മാർഗമൊക്കെ തുടരാൻ പറ്റുള്ളൂ. നിസ്സാരമല്ല. സിദ്ധപരമ്പര ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്തതാണ്. നമ്മൾ കലികാലവും അല്ലെങ്കിൽ സത്യയുഗവും ദ്വാപരയുഗവും ത്രേതായുഗവും ഒന്നും നമ്മളിവിടെ പറയുന്നില്ല. നാഡികൾ ബന്ധപ്പെട്ടിരിക്കുന്ന സൂര്യൻ്റെയും ചന്ദ്രൻ്റെ അവസ്ഥയെ പറയുന്നുള്ളൂ. ഈ ഗ്രഹം താങ്ങി നിൽക്കുന്നത് സൂര്യനിലാണ്. ഒരു താമര വിടരുന്നത് പോലെ നിങ്ങളുടെ മൂലാഗ്നിയിൽ സ്വാധീനം കൊടുക്കാൻ കഴിയുന്നൊരു ഊർജമുണ്ട് സൂര്യൻ. അതിനെയും നിങ്ങളുടെ കാരണം ജന്മചക്രത്തിലേക്ക് കാരണമാകുന്ന ചന്ദ്രനെയും, ഇത് രണ്ടിൻ്റെയും പൂർണ്ണ ശക്തി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് താങ്ങി നിൽക്കുന്ന ശക്തിയിലേക്കുള്ള പ്രാപ്ത്യം കിട്ടുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായുള്ള കാര്യമാണ് പറയുന്നത്. ഇതൊക്കെ അനുഭവമാണ്. ഇത് തന്നെയാണ് പലർക്കും 2 നാഡീവ്യവസ്ഥകളിലൂടെ ദീക്ഷ പ്രക്രിയയായിട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ മുന്നിലേക്ക് ധാരാളം തെളിവുകളും അനുഭവങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്നുള്ളതിൻ്റെ നമ്മൾ ജീവനെ അറിയാൻ എത്രത്തോളം നമ്മുടെ ഉള്ളിൽ നിന്ന് തീവ്രത ഉണ്ടാകുന്നു അത്രത്തോളം ആധ്യാത്മികതയുടെ സത്യമായുള്ള വശങ്ങളും തുറന്നു കിട്ടും. ആദ്യമേ ആധ്യാത്മികതയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് തീരുമാനിക്കുക, ഇഷ്ടാനിഷ്ടങ്ങളെയെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിത്തിരിക്കുക. സിദ്ധാന്തത്തിൽ അടിസ്ഥാനപരമായി പറയുന്നൊരു കാര്യമാണ്
ഗുരു എപ്പോഴും ബ്രഹ്മനിഷ്ഠനും ബ്രഹ്മചാരിയും ഉള്ളിൽ ബോധമുദിച്ചിരിക്കുന്ന ഒരാളുമായിരിക്കും. സ്ഥിരപ്രജ്ഞയിലായിരിക്കും എപ്പോഴും. ഗുരു എപ്പോഴും സ്ഥിരതയുള്ളതാണ്. പക്ഷേ ശിഷ്യൻ്റെ ആവശ്യം പോലെ ഇരിക്കും. ഇന്ന് ഗുരു എന്നുള്ള രീതിയിൽ പലതുണ്ട്. മാർക്കറ്റിംഗ് ഗുരുവുണ്ട്, കരിയർ ഗുരുവുണ്ട്. അപ്പം നമുക്കെല്ലാം ഗുരുവാണ്. പക്ഷേ ഗുരുവും ശിഷ്യനും ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും ശിഷ്യന് ജീവമുക്തനാവാനായിട്ടുള്ള ആ ഒരു മോക്ഷപ്രാപ്തി, ഈ ഒരു ജീവിതത്തിൻ്റെ അർത്ഥം ഒന്നുമില്ല എന്ന് മനസ്സിലായ ഒരു ഗുരുവിൻ്റെ അരികിൽ എത്തുമ്പം മാത്രമേ അവിടെ തുടങ്ങുന്നുള്ളൂ ഗുരു ശിഷ്യബന്ധം. അതിന് നിങ്ങളിൽ സ്വാധീനിക്കുന്ന ഇന്ന് ശങ്കരാചാര്യർ എഴുതിയ വേദമോ ഉപനിഷത്തോ അല്ലെങ്കിൽ സിദ്ധാന്തമോ ശൈവിസവും ഒന്നുമല്ല. നിങ്ങളീ സ്വാധീനിക്കുന്ന യൂട്യൂബ് എന്ന് പറയുന്നൊരു മാധ്യമം മാത്രമാണ്. ആരൊക്കെയോ പറയുന്ന ഇൻഫർമേഷനിൽ മനസ്സിലാക്കിയിരിക്കുന്ന ആധ്യാത്മികത തെറ്റിദ്ധാരണകളാണ് പലരുടെയും തലച്ചോറിലോടുന്നത്. ഇന്ന് ആധ്യാത്മികതയെ വിലയിരുത്തുന്നത് പോലും യൂട്യൂബാണ്. അതുകൊണ്ട് ഇതിന് അടിസ്ഥാനം മനസ്സിലാക്കാൻ പ്രയാസപ്പെടും മാനവൻ. ഇന്ന് ആ രീതിയിൽ കാലം കടന്നു കഴിഞ്ഞു. സിദ്ധാന്തത്തിനെക്കാട്ടിൽ പ്രാധാന്യം വേറെ പല ആധ്യാത്മികത തെറ്റിദ്ധാരണയ്ക്ക് പടരുന്നൊരു കാലമാണ്. വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. ഇതേപോലുള്ള മഹത്തരമായ കാര്യങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒന്നിനോടും ഇഷ്ടമോ ഇഷ്ടമില്ലായ്മയോ ആവശ്യമോ ആഗ്രഹങ്ങളോ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയെ മാത്രം, മോക്ഷത്തിന് മാത്രം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരവസ്ഥയിലാണ് നമുക്കിത് സാധിക്കുന്നത്. അത് നമ്മളിലേക്ക് സാധിക്കും. എപ്പോഴും ഗുരു ബ്രഹ്മചാരിയും നിഷ്ഠനായും ആ ഒരു സിദ്ധവിദ്യ പകരുന്നത് പോലും ഒരു സ്ഥിതിയിലാണ്. സിദ്ധാന്തത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരാൾ പൂർണ്ണ ബ്രഹ്മചാരിയുമായി അല്ലെങ്കിൽ പൂർണ്ണമായി സന്യാസത്തിൽ പോകുമ്പം അദ്ദേഹത്തിൻ്റെ ശിഷ്യനും അവരുടെ രീതിയിൽ കടന്നു വരുന്നവർക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വെറും ചിത്തമല്ല, ചിത്തം ചൈതന്യമായിരിക്കുകയാണ്. നമ്മൾ പറയാറുണ്ട് ഇന്ന് പലരും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യം, ചിന്തിക്കുന്നത് എന്തും നടക്കും. അത് ഭൗതികപരമായി പോകുന്ന ആൾക്കാർക്ക് അവർ ആവശ്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. അല്ല ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് മാനിഫെസ്റ്റ് ആവണമെന്നില്ല. പക്ഷെ ഒരാളുടെ ചിത്തം ചൈതന്യമായിരിക്കുമ്പോൾ ചിന്തിക്കുമ്പം തന്നെ അത് നടക്കും. ചിന്തിച്ചാൽ മതി, അവർ ആവശ്യം അപ്പം തന്നെ നടന്നു കിട്ടും. ഒരു ഗുരുവിൻ്റെ ഉള്ളിൽ ഭഗവത്ഗീത കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ഒരാൾ മോക്ഷപ്രാപ്തിയിൽ ജീവമുക്തനായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഭാവനയിൽ നിങ്ങളിലുള്ള ഒരു കരുണ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അനുഗ്രഹമാണെന്നുള്ളത്. ഇതേപോലെ ഗുരു എപ്പോഴും ശിഷ്യന് വേണ്ടിയിട്ടാണ് ഭാവന സൃഷ്ടിക്കുന്നത്, അവൻ്റെ മോക്ഷത്തിന് വേണ്ടിയിട്ട്. ഇതിനാണ് ഒരു സിദ്ധ ഗുരു നിലനിൽക്കുന്നതും അവരെ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കാൻ പ്രാപ്തി ഉണ്ടാക്കുന്നതും. ഇതൊന്നും ഒരു തിയറിയല്ല, ഇതൊക്കെ അനുഭവത്തിൻ്റെ സ്ഥിതി കൈവരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറയുന്നത്. വെറുതെ അല്പനേരം നിങ്ങളോട് എന്തൊക്കെയോ കാര്യം പറഞ്ഞു പോകുന്നതല്ല. ജീവിതത്തിൻ്റെ അനുഭവം സൃഷ്ടിച്ച് മോക്ഷപ്രാപ്തി കിട്ടാനായിട്ടുള്ള അത്രയും മൂല്യവത്തായിട്ടുള്ള വാക്കുകളാണ് ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. നിങ്ങൾ തന്നെ ചിന്തിക്കുക, ജീവനെക്കുറിച്ച് നമ്മൾ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിട്ടേക്കുക. നമസ്കാരം.